എന്താ ഇത്? എത്രാമത്തെ ടേക്കാന്നറിയാമോ? ഇയാളെ കൊണ്ട് തോറ്റ് വൃത്തികെട്ടവൻ. സർ രണ്ടാമത്തെ ലൈൻ കഴിയുമ്പോ എന്തോ ഒരു പ്രശ്നമുണ്ട്. ശരിക്കും ഋതം കിട്ടണില്ല. അതുകൊള്ള താൻ എന്നെ പഠിപ്പിക്ക. ഈ മൊട്ടത്തല ഇതാ ഈ ന്യൂ കമേഴ്സിനെയൊക്കെ വിളിച്ചാലുള്ള കുഴപ്പം. ഈ പാവത്തിന് എന്തിനായി ദുഷ്ട ഇങ്ങനെ? ഞാൻ പാടി കേൾപ്പിച്ചതല്ലേ, അപ്പൊ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ലല്ലോ. ഞാൻ അപ്പോഴേ പറഞ്ഞതില്ലേ, ആ ചിത്രയോ സുജാതയോ ആയിരുന്നു. എന്താ പ്രശ്നം? അതിന് ഋതം കിട്ടുന്നില്ല. പുതിയ ആളാണെന്നുള്ള ബോധമൊന്നുമില്ല. പാടുന്നതിന് വരെ നമ്മളെ പഠിപ്പിക്കുക. ഇത് 5ാമത്തെ ടേക്കാ. എന്താ കുട്ടി? സർ തേർഡ് ലൈൻ ബിഗിൻ ചെയ്യുമ്പോ എന്തോ ചെറിയൊരു ജർക്ക്, ഒരു കൺഫ്യൂഷൻ. ശരി, നമുക്ക് ഒന്നുകൂടി നോക്കിയാലോ? നോക്കാം സർ. നോക്കണമെങ്കിൽ നോക്കാം. റെക്കോർഡ് ചെയ്യാൻ പറ്റും സർ. ഓക്കെ, 1 2 3 4. അധ്വാനിക്കും പാവങ്ങൾക്കും സൗഭാഗ്യങ്ങൾ വീണ്ടും തേടും സമ്പന്നർക്കും ആശ്രയമേ ലോട്ടറി, സർക്കാർ ലോട്ടറി. ഇതാ പ്രശ്നം. ലിറിക്സും തന്നെ. ഇതാ കുട്ടിയുടെ പ്രശ്നമല്ല. വെറുതെ അതിനെ പീഡിപ്പിച്ചിട്ട് എന്താ കാര്യം? ലിറിക്സിന്റെ പ്രോബ്ലമാ. ഈ വരികളൊന്ന് റീ അറേഞ്ച് ചെയ്താൽ പോരെ, ജർക്ക് മാറി കിട്ടില്ലേ? റീ അറേഞ്ച് ചെയ്ത് അങ്ങ് പാടിച്ചില്ല, ലതാ മങ്കേഷ്കറാക്കും. നമുക്കിപ്പം കാണാം. ഇത് വെച്ചൊന്ന് നോക്കി, കുഴപ്പമുണ്ടാവില്ല. 1 2 3. കുട്ടി, 3ാമത്തെ വരി ഒന്ന് കറക്റ്റ് ചെയ്തോളൂ. ആശ്രയമീ ലോട്ടറി, സർക്കാർ ലോട്ടറി എന്നതിന് പകരം ആശ്രയമീ ലോട്ടറി, കേരള സർക്കാർ ലോട്ടറി. മനസ്സിലായോ? കേരള സർക്കാർ ലോട്ടറി. റിഹേഴ്സൽ നോക്കണോ? വേണ്ട, ടേക്ക് പോകാം സർ. ഓക്കെ, ടേക്ക് 1 2 3 4. അധ്വാനിക്കും പാവങ്ങൾക്കും സൗഭാഗ്യങ്ങൾ വീണ്ടും തേടും സമ്പന്നർക്കും ആശ്രയമീ ലോട്ടറി, കേരള സർക്കാർ ലോട്ടറി. ഹരിത, പെരിയാർ, ഭാഗ്യധാര, ചൈതന്യ, കൈരളി, സൗഭാഗ്യ, നമ്മുടെയാണീ കേരള സർക്കാർ ലോട്ടറി. നഷ്ടപ്പെടാനൊരു 10ന്റെ നോട്ട്, നേടുവാനോ ദശലക്ഷങ്ങൾ. നാടിൻ പുരോഗതി, നാട്ടാർക്കു നന്മ, എന്നും നമുക്കെത്ര സുഖമുള്ളൊരോർമ്മ. ഓക്കെ ഓക്കെ. അയ്യോ, അതിനു മുമ്പ് പോയോ? സ്വാമി പോണ്ടേ? ഒരു സെക്കൻഡ്. സ്വാമി എന്നെയും കൂടെ ഒന്ന് വണ്ടി കൊണ്ടുപോകും. ചേട്ടാ, നീ എന്തിനാ എന്നോട് വരുന്നേ? ഞാൻ ബിസിയാ. നീ ബസിക്കറി എങ്ങോട്ടെങ്കിലും പോ. കഷ്ടായി. ഹേയ്, നന്നായി, പാട്ട് അസലായി. പക്ഷെ ഒരു താങ്ക്സ് പറയാൻ കൂടി. എന്തിനാ താങ്ക്സ് പറയുന്നത്? എന്നെ കൊണ്ട് ചെയ്യാവുന്ന ഞാൻ ചെയ്തു, അത്രേ ഉള്ളൂ. അതല്ല, നിങ്ങളുടെ MD-യോട് ഒരു താങ്ക്സ് പറയാൻ പറ്റിയില്ല. അതാണോ? ശരിക്കാടാ. സേവ് സാർ അങ്ങനെയാ. കൊടുങ്കാറ്റല്ലയോ കൊടുങ്കാറ്റ്, വരുന്നതും പോകുന്നതും അറിയില്ല. വിളിക്കാതെ. ദൈവമേ, എത്ര നേരായി. ഫോൺ അടിച്ചാലും അറിയില്ല, വിളിച്ചാലും കേൾക്കില്ല. ഈ പെണ്ണിന്റെ ഒരു കാര്യം. മോളെ മോളെ മോളെ. ആരാമേ? മ്യൂസിക് ഡയറക്ടർ സൂര്യനാരായണൻ. അല്ല, സെക്രട്ടറിയാ. ഹലോ ഹലോ. അതേ പ്രിയനന്ദിനിയ. എന്നെയോ? എവിടെ? ഓക്കെ, ഉടനെ എത്താം. ഓക്കെ.
പെണ്ണിനെന്താ വട്ടു പിടിച്ചോ? അമ്മയ്ക്ക് മനസ്സിലായില്ലേ? സൂര്യനാരായണൻ ഗ്രേറ്റ് മ്യൂസിക് ഡയറക്ടർ. അദ്ദേഹത്തിന് എന്നെ കാണണമെന്ന്. അതിന് നീ എന്തിനാ എങ്ങനെയാണെന്ന് തുള്ളുന്നേ? അയ്യോ എന്റെ അമ്മേ, അദ്ദേഹത്തിന് ഒരു പാട്ട് പാടുകയെന്ന് വെച്ചാൽ മഹാഭാഗ്യമല്ലേ. ഉടനെ ചെന്ന് കാണണമെന്ന് 10:30 മണിക്ക് മുമ്പ്. നമുക്ക് പോവാമേ. അയ്യോ, ഹോസ്പിറ്റലിൽ നിന്ന് എന്റെ OP ഡേയാ. അതുമല്ല 1-2 ഇമ്പോർട്ടന്റ് കേസുകൾ അറ്റൻഡ് ചെയ്യാനുണ്ട്. മാറ്റിവെക്കാൻ പറ്റില്ല. അമ്മേ, നീ നിന്റെ കൂട്ടുകാരികളെ ആരെങ്കിലും കൊണ്ടുപോയിക്കോ. ആ, ആനി ഫ്രീ ആണോ എന്ന് ചോദിക്കേ. എന്റെ പൊന്നമ്മേല്ലേ. പറ്റാഞ്ഞിട്ടല്ലേടാ കുട്ടാ, നീ പോയിട്ട് വാ. ഓക്കെ. ഈ മ്യൂസിക് ഡയറക്ടേഴ്സ് എന്ന് കേൾക്കുമ്പോഴേ എനിക്ക് പേടിയാ. അന്ന് ആഡ് കമ്പനിയുടെ MD സേതുനാ സാർ ഉണ്ടായിരുന്നെങ്കിലേ എന്റെ കാര്യം പോക്കായിരുന്നു. പിന്നെ ഒരു 100ാമത്തെ തവണ ഞാൻ കേൾക്കുന്ന ഒരെണ്ടി ഒന്നുകൂടെ കേട്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. സേതുനാഥ് എന്തൊരു ക്യാരക്ടർ, നൈസ് ഹാൻസം. ആ ജംഗിള് പാടിയ ശേഷം നിനക്കെന്തോ വട്ട പിടിച്ചെന്നാ എനിക്ക് തോന്നുന്നത്. ആ നിന്റെ ഒരു വിധി. സ്റ്റോപ്പ്. അങ്ങോട്ട് പറ്റുമോ? എന്താ സാർ ഇങ്ങനെ പോയിട്ട് ഇത്ര അർജന്റ് കാര്യമുള്ളതാ? പ്ലീസ്. ഞങ്ങൾക്ക് ഒത്തിരി അർജന്റ് ഉണ്ട്. ഏത് സമയത്താണോ നിന്റെ കൂടെ ഇറങ്ങിത്തിരിക്കാൻ തോന്നിയത്? ലൈസൻസ് ഉണ്ടോ? ഇല്ല. അല്ലേ മോളെ? അതെ അതെ, ലൈസൻസ് ഇല്ല. ബുക്കും പേപ്പറും എടുക്കാൻ മറന്നുപോയി അല്ലേ ആനിക്കുട്ടി? അത് ഇന്നലെ എടുക്കാൻ മറന്നുപോയി. ഇൻഷുറൻസ് പൊല്യൂഷൻ ടെസ്റ്റ് ഒന്നുമില്ല സാർ, അതുകൊണ്ടാ ചോദിക്കണേ. ഞങ്ങള് പോയിക്കോട്ടെ. ആള് കൊള്ളാമല്ലോ. താങ്ക് യു സർ. പോയിക്കോട്ടെ. എന്ത് നല്ല ചേട്ടന്. പോലീസുകാരായ ഇങ്ങനെ വേണം. നൈസ് ബോയ്. അതെ അതെ. വണ്ടി അങ്ങോട്ട് മാറ്റി വെച്ചേക്കു. പ്ലീസ് പോലീസ് ചേട്ടാ. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ദേ സാറിനോട് പറഞ്ഞാ മതി. ലൈസൻസും ഇല്ല, കറക്റ്റ് ആയിട്ട് പേപ്പേഴ്സും ഇല്ല, പിന്നെ എന്തിനാണ് വണ്ടി റോഡിൽ ഇറക്കുന്നത്? സാർ അത് പിന്നെ ഇല്ലില്ല, നോ അഡ്ജസ്റ്റ്മെന്റ്. അങ്ങോട്ട് പറയണം. ആ കടുവയുടെ മുന്നിൽ പെടാതിരിക്കുന്നതായിരിക്കും ബുദ്ധി. കടന്ന് അതിർത്ത് കേട്ടില്ലേ? വണ്ടി വിളിച്ചിട്ട് നമുക്ക് വേഗം സ്ഥലം വിടാം. ഈ പോലീസുകാർ എന്താടി നന്നാവാത്തെ? അങ്ങോട്ട് ഇങ്ങോട്ട്. നിന്റെ സ്വഭാവത്തിനെ ഇവരൊക്കെ തന്നെയാ വേണ്ടത്. പെട്ടെന്ന് പോവാം. 10:30 മുമ്പ് എത്തിയില്ലെങ്കിൽ ഭാഗ്യത്തിന് ഇന്ന് എന്തായാലും ഹർത്താലില്ല. ഓട്ടോ ഓട്ടോ. അയ്യോ എന്താ ഈ സമയം? 10:30 മണിക്ക് അധിക സമയമില്ല. ഓട്ടോ അത് നിർത്തുന്ന ലക്ഷണമില്ല. അതിലും ആളുണ്ട്. നിർത്തി എന്താ സ്വാമി വണ്ടി ഓടിക്കാൻ സമ്മതിക്കാതെ? പ്രിയ, ഓട്ടോ. അയ്യോ സ്വാമിയെങ്കിൽ. ഇപ്പൊ ഓടിയാണോ സാധകം ചെയ്യുന്നത്? സ്വാമികളെ ഒരു ഉപകാരം ചെയ്യോ? എന്താ? ഞങ്ങളെ ആ സൂര്യ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ ഒന്ന് ഡ്രോപ്പ് ചെയ്യാമോ? ഓ സൂര്യ പ്ലീസ് അങ്കിളെ. അല്ല നമുക്ക് ഈ പിള്ളേരെ ഒന്ന് അതിനും 2 കൂടെ ചാടി കയറുമോ ദൈവമേ? ഹായ്. എന്തൊക്കെയാണോ ഇനി സംഭവിക്കാൻ പോണേ? സോറി. അയ്യോ സോറി. ഇവളാ തള്ളിയതാ. എന്റെ പണി കളയിച്ചു. മ്യൂസിക് ഡയറക്ടർ സൂര്യനാരായണ സാർ കാണണമെന്ന് പറഞ്ഞ് വിളിച്ചിരിക്കുക. അദ്ദേഹത്തെ അറിയോ? പിന്നെ അറിയില്ല. എനിക്കും അറിയില്ല. ഇതൊരു വണ്ടി. ഇപ്പോഴും താങ്ക്സ് പറയാൻ പറ്റില്ല. ഓ പറയാനും തോന്നും. ഇതാണോടി നീ പറഞ്ഞ MT ബെസ്റ്റ് ക്യാരക്ടർ? നൈസ്. എന്താ ഒരു ജാട. നീ വാ. നിനക്ക് കുശുമ്പ. പിന്നെ എടോ പന്ന പട്ടരെ, താൻ എന്തോ വണ്ടി നിർത്തിയ പെൺപിള്ളേരെ കയറ്റിയത്? 2 പാവം പെൺകുട്ടികൾ ഒറ്റയ്ക്ക് പോകുന്ന കണ്ടപ്പോ 2 പെൺകുട്ടികൾ ഒറ്റയ്ക്ക്. എന്താ അങ്ങനെ പൊക്കൂടെ? ഒന്നുമില്ലല്ലോ, നമ്മുടെ ജിങ്കിള് പാടിയ കുട്ടിയല്ലേ എന്ന് വെച്ച് അവളുടെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊള്ളാന്ന് താൻ വാക്ക് കൊടുത്തിട്ടുണ്ട്. എന്തേ തന്റെ നാവ് ഇറങ്ങിപ്പോയോ? വണ്ടി എത്ര പൂത്തോക്കട. എന്താടോ? അപ്പൊ ഉറപ്പിച്ചല്ലേ? എന്ത്? തന്നെ തെറി പറയാ. കേരള അകത്തേക്ക് ഇല്ല, ഞാൻ പോവാ. എനിക്ക് മതിയായി. എവിടേക്ക്? തന്റെ അമ്മായിപ്പന്റെ വീട്ടിലേക്കോ? അവരെല്ലാം മഠത്തിലുണ്ട്. കഴിഞ്ഞ ആഴ്ച വന്നതാ പൊങ്കാലയുടെ.
കനകാമ്പാളുണ്ടോ പൊങ്കാലിയുടെ? എന്താ? ഒന്നുമില്ല അനിലെ, വണ്ടി വിട്. ഈ കനകാമ്പാളുടെ കാര്യം ഇയാളുടെ പെണ്ണുപിള്ളി അറിയിച്ചിട്ട് തന്നെ കാര്യം. അയ്യോ വണ്ടി ഇവിടെ വരട്ടെ. എങ്ങോട്ടാ ഫോൺ എന്റെ ചെയ്യുന്നത്? വീട്ടിലേക്ക് കനകാമ്പാളുടെ കാര്യം ഞാൻ എങ്ങോട്ടും പോണില്ല. എത്ര തെറി വേണേലും വിളിച്ചോളൂ, ഞാൻ കേട്ടോളാം. പോരെ.